ദൈവിക നന്മകള്, ദൈവിക അധികാരങ്ങള്, ദൈവിക ശക്തികള് തിന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖഭാവം ഇതാണ്. ഏതാണ്? ശാസിക്കുന്ന മുഖഭാവം. ആലോചിച്ച് നോക്കിക്കേ, ദൈവം തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും മറ്റൊരുത്തന് ദോഷം വരത്തക്ക രീതിയിൽ, വ്യത വരത്തക്ക രീതിയിൽ, അവന്റെ മനസ്സിനെ നശിപ്പിക്കത്തക്ക രീതിയിൽ എത്ര പേർ നമ്മളുടെ നാക്കുകൊണ്ട് ദുഃഖിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, അവരുടെ ജീവിതം ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ട്. നീ എനിക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ച് ഞാൻ വക്രത ചിന്തിച്ചു, തിരുത്തുവാൻ ശ്രമിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ആര് വിളിച്ചിരിക്കുന്നതാണ്? ദൈവം വിളിച്ചിരിക്കുന്ന മുഹമ്മദ് സാദ് ഇസ്മായിൽ കൂടി ഭദ്രമായ അവസ്ഥയിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്നവരാണെന്ന്. ആ കരവലയത്തിനുള്ളിൽ നിൽക്കുമ്പോൾ അതിന് ഉദകരിക്കാത്ത, വിളിക്ക് യോഗ്യമല്ലാത്ത രീതിയിൽ ആത്മാവിന്റെ ഗണിക്കാതെ കൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ നോക്കി എന്ത് ചെയ്യും? ശാസിക്കും. നീ ഏത് ആത്മാവിന് വേണ്ടി? ദൈവം തന്നിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും എന്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കുവാനല്ല, ആരുടെ ഇഷ്ടമാണ്? ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കേണ്ടതാണ്. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിന്റെ എന്നുള്ളത് അങ്ങോട്ട് മാറ്റണം. ഇനി നിന്നിൽ നീയില്ല, ഞാനാണ്. നള്ളിഫൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിന്നെ ഞാൻ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നീ എടുക്കണം. എടുത്തിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ എന്റെ പിന്നാലെ വന്നാൽ നിന്റെ ഈ ഭൂമിയിലെ ജീവിതം സഫലമായി മാറും. സർവശക്തനായ ദൈവം തമ്പുരാനെ പറ്റി അമ്മയുടെ ഈ നടയിൽ നിന്ന് വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും ആശ്വാസം നൽകണം.